ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ കാണണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി വെക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തോമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 സവാളയും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ എടുക്കാം, പിന്നെ തക്കാളിക്ക് പകരം നമുക്ക് പിഴുപുളി ഉപയോഗിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വെച്ചിട്ടുള്ള തുമരപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ്. അത് ഞാനിവിടെ ഒരു 2.5 സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റാണ് ഈ കറിക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഒരു 3 വിസിലടിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കറി നല്ല റെഡി ആയിട്ടിരിക്കും. നമ്മുടെ കറി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം. അത് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒരു 3 കഷ്ണം വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറിയിൽ നമ്മൾ കടുക് വറക്കാൻ കൊച്ചുള്ളിയല്ല ഇടുന്നത്, വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി ഇങ്ങനെ ചേർക്കുന്നതിൻ്റെ കാരണം, സാധാരണ ഈ പരിപ്പ് കറിയൊക്കെ കൂട്ടുമ്പോൾ ചിലർക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളി ഇട്ട് നമ്മൾ കടുക് വറക്കുവാണെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിട്ടുള്ള കറി ഒഴിച്ചു കൊടുക്കുക. കറി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫാക്കണം. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി പരുവത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. ചോറിൻ്റെയോ ദോശയുടെ കൂടെ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്